ഹായ്, നമസ്കാരം. നന്ദകുമാറാണ്. ഞാനപ്പോൾ നമ്മുടെ പടത്തിൻ്റെ ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് ഇനി ഒരു 20% കൊണ്ടുള്ളൂ. ബാക്കി 80% കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും പരിപാടിയും പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മുറിക്കകത്ത് നമ്മുടെ എഡിറ്ററും പരിപാടിയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ കാണിച്ചു തരാം. കമോൺ. ഇതാണ് ഞങ്ങളുടെ ലോകം, അതായത് നമ്മുടെ ടെക്നിക്കൽ ലോകമാണിത്. ഒക്കെ ഒന്ന് കൂട്ടിയേക്കാം, അപ്പുറത്തുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടല്ലോ. അത്യാവശ്യം എൻ്റെ സ്റ്റുഡിയോ എക്യുപ്മെൻസുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇതിപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം നമ്മുടെ ലൈറ്റ്സിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഇതാണ് നമ്മുടെ തെർമോകോൾസും സംഭവങ്ങളെല്ലാം ആണ്. കാണാവോ തെർമോകോൾസും സംഭവമെല്ലാമാണ്. അതൊരു പാക്ക്. ഇനി അടുത്ത പാക്ക് കാണിച്ചു തരാം. രണ്ടാമത്തെ പാക്കാണത്. രണ്ടാമത്തെ ബണ്ടിലാണ് തെർമോകോൾസ് സംഭവങ്ങൾ. അതായത് മിനി ഇപ്പം നമുക്കൊരു ചെറിയ വെബ് സീരീസോ അങ്ങനത്തെ പരിപാടികളൊക്കെ ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ എന്നെ സമീപിക്കാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഗ്രീൻ മാറ്റാണ്. ഗ്രീൻ മാറ്റ് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്. ഇതുണ്ട്, കണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. വൈഡ് ആംഗിളിൽ പിടിച്ചു, അപ്പോൾ ഇത് കാണാൻ പറ്റുമല്ലോ. അതാണ് ഇത് ഗ്രീൻ മാറ്റാണ്. നമുക്കിത് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഇനി അത്യാവശ്യം നമ്മുടെ കുറേ കുഞ്ഞു ലൈറ്റ്സുകളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. മാക്സിമം വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ ഇത് കമ്പ്യൂട്ടർ പരിപാടികളെല്ലാം ഉണ്ട്. ഒരു മാക്ബുക്ക് പ്രോ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് എഡിറ്റിങ് നടക്കുന്നുണ്ട്. പിന്നെ ഇതേ ഇപ്പുറത്ത് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹാർഡ് ഡിസ്ക് പരിപാടികൾസ് എല്ലാം നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് നമ്മുടെ തുണിയും പരിപാടികളൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മുടെ ബാഗ് പരിപാടികളൊക്കെയാണ്. പിന്നെ ക്യാമറ, ഇതൊക്കെ ക്യാമറ ട്രൈപോഡ്, ഇതൊക്കെ ഇപ്പോൾ മേടിച്ച ക്യാമറ ട്രൈപോഡ്സൊക്കെയാണ്. ഇത് നമ്മുടെ കുറച്ച് ഫിൽറ്ററും പേപ്പേഴ്സൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് അത്യാവശ്യം നമുക്കൊരു പടം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, മിനി സംഭവങ്ങൾ, ഇപ്പോൾ വെബ് സീരീസോ ഷോർട്ട് ഫിലിംസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആർക്കെങ്കിലൊക്കെ ചെയ്യണമെങ്കിൽ ഉള്ള എക്യുപ്മെൻറ്റ്സുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂട്ടത്തിൽ കൂടാം. ഔട്ട്പുട്ടുകൾ ഇറക്കാം, പടങ്ങൾ ഇറക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ശരിക്കും വന്നത് എന്തിനാന്ന് വെച്ചാൽ, പള്ളിയുണ്ട്. ഈ പള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പള്ളിയും പള്ളിയുടെ കോൺസെപ്റ്റും യേശു ക്രിസ്തു എന്ന് പറയുന്ന ആളെയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സ്റ്റോറി പരിപാടികളെല്ലാം. പക്ഷെ അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഭീകരമാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഒരു പവറായിരുന്നു അത്. അതുമാത്രമല്ല, നമ്മുടെ ഒരു മനുഷ്യൻ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഉപദേശം വളരെ അത്യാവശ്യം. ഈ ഉപദേശം എന്ന് പറയുന്നത് വഴികാട്ടിയായിരിക്കണം. നമ്മളുടെ സന്തോഷത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ വിജയങ്ങളിലേക്ക് വഴികാട്ടിയായിട്ടായിരിക്കണം എപ്പോഴും നമുക്ക് ഉപദേശങ്ങൾ കിട്ടുക. ഇന്നത്തെ തലമുറയിൽ പലർക്കും ഉപദേശങ്ങൾ അത്ര ഇഷ്ടമല്ലെങ്കിലും അതിൻ്റെ ഒരു പവർ നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ്. അത് കിട്ടിയാൽ നമുക്ക് കറക്റ്റായിട്ട് മുന്നിലേക്ക് പോകാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ചേർന്നിട്ട് ഒരു ക്രിസ്തീയ ഭക്തിഗാനം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം തോമസ് പുത്തൻ വെലിക്കര എന്നാണ് അതിൻ്റെ പ്രൊഡ്യൂസറുടെ പേര്. ആള് ലണ്ടനിലാണ്. അപ്പം തോമസ് പുത്തൻ വേലിക്കരയുടെ ഒരു ഐഡിയയിലാണ് ഞാൻ ആ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടാണ്. അത് മധു ബാലകൃഷ്ണൻ സാറാണ് പാട്ട് പാടിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ശ്രീശാന്തിൻ്റെ അളിയനാണ്. അടിപൊളി പാട്ടൊക്കെ പാടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു 9 മണിയാകുമ്പോൾ നമ്മളത് റിലീസ് ചെയ്യാനുള്ള പരിപാടിയാണ്. എല്ലാം കഴിഞ്ഞിരിക്കുന്നതാണ്, വർക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ടീസർ കട്ട്സ് പോലെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും പാട്ട് കാണാം. 9 മണിയാകുമ്പോഴത്തേക്കിനും അത് റിലീസാവും. അപ്പോൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയാം. വിമർശനമുള്ളവർക്ക് വിമർശനങ്ങൾ പറയാം. അത് നമുക്ക് തിരുത്തേണ്ട കേസുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. അപ്പം അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ തന്നെ സുഹൃത്താണ്. അതായത് എനിക്ക് തോന്നുന്നു ഞാനാണോ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവന്നത് എന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്. ഇപ്പോൾ കറുപ്പെന്ന് പറഞ്ഞൊരു പടം ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ നാട്ടിലുള്ള മുഹമ്മദ് പ്രസാദ് എന്ന് പറഞ്ഞിട്ട് പ്രസാദേട്ടനെ ഞാൻ പോയി കണ്ട്, ഞാൻ കഥയൊക്കെ പറഞ്ഞ്, അങ്ങനെയാണ് ഞാനും പ്രസാദേട്ടനും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത്. അങ്ങനെ പ്രസാദേട്ടനാണ് ഇതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കറുപ്പ് എന്ന് പറയുന്ന പടത്തിന് ശേഷം പിന്നെ പ്രസാദേട്ടൻ പോയത് മോഹൻലാലിൻ്റെ കൂട്ടത്തിൽ വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറയുന്ന സിനിമയിലാണ്. ലാലേട്ടൻ്റെ ഒപ്പമായിരുന്നു പുള്ളി. അടിപൊളി ക്യാരക്ടറായിരുന്നു. പിന്നെ ബിജുമേനൻ്റെ കൂട്ടത്തിലും അങ്ങനെ പല സിനിമകളിൽ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രസാദേട്ടനാണ് നമ്മുടെ ഈ പറയുന്ന ക്രിസ്തീയ ഭക്തിഗാനത്തിൻ്റെ അകത്തൊരു നല്ല കഥാപാത്രം ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടാതെ ആൻസി, അതായത് നമ്മുടെ മമ്മൂട്ടിയുടെ മക്ബൂൽ സൽമാൻ്റെ വില്ലത്തിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ആൻസി. അങ്ങനെ ആൻസിയും ഇതിൻ്റെ അകത്ത് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ തോമസ് ബ്രോയും നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്.
ഇതിൻ്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ തന്നെ പയ്യനാണ്, സനു സിദ്ദിഖാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എഡിറ്റിങ് നന്ദകുമാർ എന്ന് പറയുന്ന ഒരാളാണ് ചെയ്തിരിക്കുന്നത്, അത് ഞാനാണ്. പിന്നെ ഡയറക്ഷനും ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കഥ തോമസ് പുത്തമ്പലിക്കരുടെയാണ്. അപ്പോൾ ഇന്ന് 9 മണിയാകുമ്പോൾ അതനുസരിച്ച് ക്രിസ്തീയ ഭക്തിഗാനം എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ആൽബമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിംഗ് സപ്പോർട്ടാണ് ക്രിസ്തീയ ഭക്തിഗാനം നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കാണുക. 9 മണിയാകുമ്പോഴത്തേക്കും റിലീസാകുമ്പോൾ ഞാൻ ലിങ്ക് ഇടാം. എൻ്റെ യൂട്യൂബ് ചാനലിലാണ് അതിൽ റിലീസാവുന്നത്. 9 മണിക്ക് എൻപടം എന്ന് പറയുന്നതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ, നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ 9 മണിക്ക് യൂട്യൂബ് ചാനലിൽ അത് റിലീസാവും. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായം പറയുക. നന്ദി, നമസ്കാരം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.